ആരെ കുളിപ്പിച്ചെന്നേ? താത്ത കുളിപ്പിച്ചെന്നേ? ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ? അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതാ നമ്മൾ ഫസ്റ്റ് തന്നെ തേങ്ങയില്ലാത്ത പുട്ടുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. തേങ്ങ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സെക്യൂർ ബായ്, തേങ്ങയില്ലാത്ത പുട്ട് ഉണ്ടാക്കണം, അത്ര തന്നെ. അപ്പം ഇന്ന് വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. അപ്പം രാവിലെ നമുക്ക് വാതിലും ജനലൊക്കെ ഒന്ന് തുറന്നിടാൻ, വാതിലൊക്കെ തുറന്നിട്ട് ഇവിടെ ഒരാളിതായി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ പണിക്കോ കല്ല തയ്യാറെടുപ്പിലാണ്. നല്ല ചെരുപ്പൊന്നും തോത്തി തുടച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആള് തോത്തി തുടച്ച് പോയിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് നമ്മളെ ബാക്കി അങ്കത്തട്ടിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ തൊട്ട് ഇവിടെ ഒരു മയില് ആടൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞാൻ റൂമിൽ വന്നപ്പോൾ റൂമിൽ എന്നോട് ഒരാൾ 2 ദിവസമായിട്ട് ഒരു ഫോട്ടോ എടുത്തരുമോ എന്ന് ചോദിച്ചു ഇവിടെ വെച്ചതാണ് കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ ഇത് സ്നോ ആണ് അത്രേ. സ്നോവിൻ്റെ മുകളിലാണ് ഈ കാർ ഇരിക്കുന്നത്. അപ്പോൾ അതൊരു ഫോട്ടോ ഷൂട്ട് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനു അജുക്കുട്ടൻ 2 ദിവസം മുന്നേ. അപ്പം എന്നാൽ ഓന് 2 ഫോട്ടോയും ഞാൻ ക്ലിക്ക്. അപ്പം നമുക്ക് ബാക്കി പണികൾക്ക് വരാം. ഇന്നിപ്പോൾ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണ ദിവസമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കർട്ടനൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മുന്നത്തെ മരം മുറിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വല്ലാത്ത വെയിലിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കർട്ടൻ വെച്ചിട്ട് ഇങ്ങനെ മറച്ചിടുന്നതാണ് കേട്ടോ. അപ്പം ഇന്ന് അതൊക്കെ ഒന്ന് വലിച്ചെടുത്ത് പിന്നെ പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് അലക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. ഈ ബെഡ്ഷീറ്റ് അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പം 300 സംതിങ്ങിനും ആയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രൊഡക്റ്റ്. ഈ ബെഡ്ഷീറ്റിൻ്റെയും ബെഡ് കവറിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബെഡ് കവറും അടിപൊളിയാണ്, അങ്ങനെ മൂത്രമൊന്നും ഉള്ളിലേക്ക് ആവില്ല. പിന്നെ ഞാൻ പുതിയതല്ല, ഈ പഴയ ഈ നീല കളറിലുള്ള ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് ചോദിക്കലുണ്ട് കേട്ടോ. ഇത് രണ്ടും ഒരു കോംബോ ആയിട്ട് വാങ്ങിയതേനു. മറ്റേ ബെഡ്ഷീറ്റ് ഇതിൻ്റെ അത്രയും ഗുണമുണ്ടായിരുന്നില്ല. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഒറ്റക്കായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ലിങ്കൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പറ്റുന്ന പോലൊക്കെ ലിങ്ക് ഒന്ന് നോക്കിക്കാളി. ഇപ്പം ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വലിച്ചിട്ട ബെഡ്ഷീറ്റില്ലേ, അത് കിങ് സൈസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ലോണം നമുക്ക് 4 സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂലൊക്കെ കാക്കി വെക്കാനുണ്ടാവും. പക്ഷേ ഈ ബെഡ്ഷീറ്റ് ഡബിൾ. പക്ഷേ അത് നമ്മളെ ബെഡിന് സൂട്ടല്ല കേട്ടോ. നമ്മളത് കുറച്ചും കൂടി വലുതായതുകൊണ്ട് ഇത് ഒരു 8x10 എന്നൊക്കെ പറയുന്ന മാതിരിയാണ്. അപ്പം ഞാൻ എന്താ ചെയ്യൽ വെച്ചെങ്കിൽ 4 സൈഡിലും ഇങ്ങനെ ഒരു കെട്ടിടും. ആ കെട്ടിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ അങ്ങോട്ട് തിരികെ വെച്ചാൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പെട്ടെന്നൊന്നും കുട്ടികൾ ചാടി മറിയുമ്പോഴൊന്നും പോരൂല. അതാണ് അതിൻ്റെ ഒരു ട്രിക്ക്. എല്ലാവർക്കും അറിയണത് തന്നെ ഈ കാര്യം. പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ മറ്റേ ബെഡ്ഷീറ്റ് ഞാൻ പിന്നെ വാങ്ങിച്ചത് ഞാൻ കിങ് സൈസ് നോക്കിയിട്ട് വാങ്ങിച്ചു. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല, 4 സൈഡിലും നല്ല രീതിയിൽ എനിക്ക് ഉള്ളിലേക്ക് അങ്ങോട്ട് കവർ ചെയ്ത് വെക്കാനൊക്കെ പറ്റിയിട്ടുണ്ടേനി. അപ്പം നമ്മളെ ബെഡ്ഷീറ്റ് വിരിച്ചലൊക്കെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അലക്കാലതൊക്കെ പുറത്ത് കൊണ്ടുപോയിടാം. അലക്കാലതൊക്കെ ഞാനിങ്ങനെ ഓരോ റൂമുകൾ ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുന്നത് അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ പുറത്തിടും. എന്നിട്ട് ഇവിടെ നിന്നൊക്കെ ഒന്നിച്ച് കൂട്ടിയിട്ട് ഒറ്റ അലക്കാൻ പോകാണ്. പിന്നെ നമ്മളെ മയിലാട്ടക്കാരൻ എണീച്ച് മയിലിനെ ഇവിടെ നിന്ന് ആട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇവിടെ ഇരുന്ന് ഇപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ തൊട്ടപ്പുറത്തെ പെരക്കാർക്ക് അവിടെ അതിര് കെട്ടുന്ന പണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ നിൽക്കുകയാണേ. അവിടെ പണിക്കാരുണ്ടായതുകൊണ്ട് ആൾക്ക് മുറ്റത്ത് ഇറങ്ങാനും വയ്യ. അല്ലെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ഇറങ്ങി ഓടേണ്ട സമയമായി. പക്ഷേ അവിടെ പണിക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് ആയുധധാരികളാണ്. ഓരോരുത്തർ ആയുധങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കല്ലും ചുറ്റിക്കൊക്കെ ഉണ്ടായതുകൊണ്ട് ഓനൊരു പേടിയുണ്ട്. മുറ്റത്തിറങ്ങിയാൽ ഇവരെന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ളത്. ആ പേടിയുള്ളതുകൊണ്ട് തന്നെ അവിടെ ഉഷാറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം തലേ ദിവസത്തെ മടക്കി വെക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ മടക്കി വെക്കട്ടെ. മടക്കുന്ന കാര്യത്തിൽ ഇപ്പം ഞാൻ നല്ല മടിച്ചേക്കുന്നു കേട്ടോ. കാരണം തലേ ദിവസം ആ കൊണ്ടുവന്ന് വെക്കണ സമയത്തിന് ആ ചൂടാറണീന് മുന്നേ മടക്കി വെക്കുക എന്നുള്ളതൊക്കെ സിസ്റ്റമൊക്കെ മാറ്റിയിരിക്കണം. ഇപ്പോൾ രാവിലെ മൊത്തം ഒരു ക്ലീനിങ് ഉണ്ടല്ലോ നമുക്ക്. ആ ക്ലീനിങ്ങിൻ്റെ സമയത്താണ് ഇപ്പോൾ അതൊക്കെ മടക്കി വെക്കലൊക്കെ. ഇതൊക്കെ കറക്റ്റ് സമയത്ത് മടക്കി വെച്ചിട്ടില്ലെങ്കിലും എനിക്ക് പണി കിട്ടലുണ്ട്. കാരണം എൻ്റെ കെട്ടിയവനും കുട്ടികളൊക്കെ ചിലപ്പോൾ നനഞ്ഞ മുണ്ടൊക്കെ അതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിടുക, അങ്ങനെയുള്ള വിക്രയങ്ങളൊക്കെ കാണിക്കലുണ്ട്. ഇന്നിപ്പോൾ അലക്കാൻ അധികമൊന്നുമില്ലല്ലോ എന്നുള്ള സങ്കടത്തിലിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഒക്കെ ഒന്ന് ഇതിലൊക്കെ പരതി അലക്കാൻ അത്യാവശ്യം ഉണ്ടാക്കി എടുത്തിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ നൽകിയെടുക്കണം. അതാണ് ഞമ്മക്കുള്ള പണി. അപ്പോഴേക്കും ഇവിടെ നീക്കുട്ടിയും കൂട്ടുകാരെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഓൽക്ക് ഇന്റർവെൽ ആവുന്ന സമയത്ത് വെള്ളം കുടിച്ചാൻ വരുന്നതാണ് കേട്ടോ. എന്നും 1-2 കൂട്ടുകാരത്തികളൊക്കെ ഉണ്ടാവും.
അപ്പൊ ജനമോന് നല്ല ഒരു സാധനം കൊണ്ട് കളിച്ചേനി ആ സാധനം കൊത്തിപ്പറിച്ച് വാങ്ങിയിട്ട് ജനമോൻ ഇളക്കിക്കണം. ഞങ്ങൾക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ നല്ല രീതിയിൽ ഒരു സാധനം കൊണ്ട് കോൺസെൻട്രേഷൻ ചെയ്ത് അവിടെ കളിച്ചിരിക്കണമെങ്കിൽ പിന്നെ അത് വാങ്ങിയാൽ പിന്നെ ആകെ അവിടെ ബതിർപ്പടയിക്കാരം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ അലക്കലൊക്കെ കഴിച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പം അലക്കല്ലതൊക്കെ രാവിലെ തന്നെ ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അലക്കലിങ്ങോട്ട് കഴിക്കൂട്ടോ. വെയിൽ ചൂടാണതിന് മുന്നേ അലക്കലിങ്ങോട്ട് തീർക്കണം. അങ്ങനെ അലക്കിയതിന്റെ ക്രെഡിറ്റ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് ഏറ്റെടുക്കാനൊന്നും നിൽക്കണ്ട എന്ന മട്ടില് ഇവിടെ ഒരുത്തന് ഭയങ്കര സഹായിക്കലാണ് കേട്ടോ. പിന്നെ ഒരു തലക്ക് ബക്കറ്റ് തേച്ചൊരക്കുന്നു, ഇപ്പുറത്ത് പാത്രം തേച്ചൊരക്കുന്നു. എന്തൊക്കെ ഡ്യൂട്ടികളാണ് അറിയും എന്റെ കുട്ടിക്ക്. ബാലവേല ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞ ആരും കുറ്റം പറഞ്ഞ് വരണ്ട കേട്ടോ. ഈ ബാലനറിയില്ല വേല നിരോധിച്ച കാര്യം. എന്താ ചെയ്യാ. അങ്ങനെ ഉമ്മച്ചി തിരിച്ചു വന്ന സന്തോഷത്തിൽ ചെടികൾക്കൊക്കെ ഞാൻ വെള്ളമൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് ഞാൻ കുഞ്ഞുട്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയം കിട്ടുമ്പോൾ ഒന്ന് ചെടി നനച്ചു കൊടുക്കണേ എന്നൊക്കെയുള്ളത്. മൂപ്പര് പിന്നെ പറയുന്നതൊക്കെ അപ്പടി അനുസരിച്ചോണ്ട് മൂപ്പരൊന്നും നനച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നൊന്നാമതുണ്ടേ നമ്മൾ ഈ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ലാത്ത വേറൊരു കാര്യം ചെയ്യാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകുമല്ലോ. അങ്ങനെ തന്നെയാണ് കേട്ടോ മൂപ്പരും. മൂപ്പര് ഡെയിലി ചെയ്ത ഒരു ശീലമൊന്നും ഇല്ലാത്തത് കൊണ്ട് മൂപ്പരത് മിക്കവാറും മറന്നു പോകണതാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും വീണ്ടും നമ്മളെ അടുക്കളയിൽ കയറിയിരിക്കണേ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണല്ലോ. അതിനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ ചോറിനുള്ള അരിയൊക്കെ ഒന്ന് കേകി ഞാൻ അടുപ്പത്തിട്ട് കൊടുക്കട്ടെ. ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുക്കണുണ്ടെങ്കിലും അതിന് കൂട്ടാനൊക്കെയുള്ളതൊന്നും ഞാൻ ഇതുവരെ എന്ത് ചെയ്യുന്നൊന്നും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടൊന്നുമല്ല കേട്ടോ. കാരണം പച്ചക്കറികളൊന്നും ഉണ്ടായിരുന്നില്ല. പോണിന് മുന്നേ തന്നെ എല്ലാതും തീർത്തിട്ടാണ് കേട്ടോ ഞാൻ പോകുക. കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 4-5 ദിവസമൊക്കെ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ വരുമ്പോഴത്തേന് ആ പച്ചക്കറികളൊക്കെ കേടുവരുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും അധികമൊന്നും കൊണ്ടുവച്ചിട്ടുണ്ടായില്ല. പിന്നെ ഇന്ന് വൈകുന്നേരത്തെ പണി കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞുട്ടി കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം തൽക്കാലം ഞാൻ തൊടുക്കൂടൊക്കെ ഒന്ന് ഇറങ്ങി, ഇങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്തിലാണല്ലോ നമ്മൾ തൊടുവിലൊക്കെ ഒന്ന് ഇറങ്ങി എന്തെങ്കിലും വല്ല താളും തകരയും ചെയ്യുമ്പോൾ ചേനയൊക്കെ ഉണ്ടാവും കിട്ടുമോ നോക്കുക. അങ്ങനെ നമ്മളെ മുറ്റത്ത് തന്നെ ഒരു പപ്പായ മരം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാനൊരു പപ്പായ പറിച്ചെടുത്തിക്കണേ കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാന്ന് വിചാരിക്കണേ. എങ്ങനെ പരിക്കേറ്റ്? ഫയർഫോഴ്സ് വന്നിട്ടാ കെട്ടി തന്നേ. അതിന്റെ ഇടയിലേ ജനമോന് മുറ്റത്ത് ചെറുതായിട്ടൊന്ന് ഇറങ്ങി വീണിട്ടുണ്ടീനെ. കാര്യം നിസ്സാരാണ്, പ്രശ്നം ഗുരുതരാണ് എന്നൊക്കെ പറഞ്ഞ പോലെ സംഗതി ചെറുതായിട്ടൊന്ന് തോലിറങ്ങിയിട്ടുള്ളൂ. പക്ഷെ വലിയ കെട്ടൊക്കെ കെട്ടണം കേട്ടോ. ചെറിയ മുറിയാണെങ്കിലും ഞങ്ങൾക്ക് കെട്ട് വലുതാവണം. കാരണം കെട്ട് 4 ആള് കാണണം, മുറി 4 ആള് കണ്ടിട്ടില്ലെങ്കിലും. അതാണ് നമ്മളെ പോളിസി കേട്ടോ. ഏതാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ സിസ്റ്റർ പോണല്ലോ കേട്ടോ. കാരണം സിസ്റ്റർ അത് വീണ്ടും വീണ്ടും കെട്ടി മയിച്ചും കൊണ്ടിരിക്കണേ. കാണാൻ മുറിയായിട്ടൊന്നും ഇല്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് തോലിറങ്ങിയിട്ടുള്ളൂ. ഞാൻ കാണിച്ചു തരാം. അതാ കണ്ടോ, കാണാനൊന്നുമില്ല. ചെറുതായിട്ട് ബെറ്റാഡിന്റെ ഓൽമെന്റ് തേച്ചതാണ് കേട്ടോ. അത് തേച്ചിട്ടാണ്. വലിയ മുറി കഴിക്കണോ? സൂചി അടിച്ചാൻ കൊണ്ടാണോ? പറിച്ചോനെ എന്താ നടന്നാലേ നമുക്ക് സൂചി അടിച്ചാൻ പോകുക. എവിടെ സൂചി കണ്ടിയേ? അവിടെ സൂചി അടിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, നമുക്ക് വേഗം പോകട്ടാ. അപ്പൊ അതിന്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും നമ്മളെ അകത്തട്ടിക്ക് വന്നിട്ട് കേട്ടോ. നമ്മളെ പപ്പായ ഒന്ന് സെറ്റാക്കി എടുക്കണ്ടേ. പിന്നെ ഈ കട്ടിംഗ് ബോർഡിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടേനി. ഈ കട്ടിംഗ് ബോർഡ് എവിടുന്നാ വാങ്ങിയത് എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ്സ് വന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഈ കട്ടിംഗ് ബോർഡ് മീഷോന്നാണേ. ഇത് ഒരൊറ്റ തടിയിലുള്ളതല്ല, 2-3 തടി യോജിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് വാങ്ങിയ സമയത്ത് അത് പെട്ടെന്ന് കേടുവരുന്നൊക്കെ 1-2 കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടേനു. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിലൊന്നും ഇടാതെ ആവശ്യം കഴിഞ്ഞാൽ വേഗം കഴുകുക. നമ്മൾ ഒന്ന് കുത്തിച്ചാരി വെള്ളമൊക്കെ ഒന്ന് പോകാനുള്ള രീതിയിലൊക്കെ വെക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറേ കാലം നിൽക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്തും കൊടുക്കാം. എൻ്റെ അടുത്തൊരു കാര്യം ഞാൻ പറയാൻ മറന്നു. ഇന്ന് ജനുവരി 1-ാം തീയതി ആണല്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതിയ വർഷം നല്ല ഒരുപാട് സന്തോഷങ്ങളൊക്കെ നിറഞ്ഞതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തിരിച്ച് എനിക്കും അങ്ങനെ തന്നെ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ പപ്പായ കട്ട് ചെയ്തതൊക്കെ ഞാനിതാ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും. ഇത് സംഗതി വെള്ളക്കറി വെക്കുക എന്നാണ് ഇവിടെയൊക്കെ പറയാം. മഞ്ഞൾപ്പൊടി ഒന്നും ഇടാതെ ഉപ്പും മാത്രം ഇട്ടിട്ട് ആണ് ഇത് വെക്കുക. വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം.
സംഗതി ഈ കറിയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഈ പപ്പായ കൊണ്ട് എന്തുണ്ടാക്കിയാലും ആർക്കും ഇഷ്ടമല്ല. പിന്നെ ഇത് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ എന്തേലും ഒരു കറി വേണ്ടേ എന്നുള്ളതാവുമ്പോൾ ആ കറിയൊക്കെ ചിലവാകും എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ രണ്ടാളെ മീൻ വാങ്ങാൻ പോയിട്ട് മീനും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഞാൻ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് തരാം എന്ന് പറഞ്ഞ് പൈസയും പാത്രമൊക്കെ എടുത്ത് ഓല് പോയതാണേ. ഓല് വരുന്ന വരെ ഞാനിവിടെ ഇങ്ങനെ നോക്കി നിൽക്കേന് കേട്ടോ. മീൻ വാങ്ങിന്റെ ബാക്കി മൂലധനം ഒരാളെ കയ്യിലും മീൻ ഒരാളെ കയ്യിലൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. നമ്മളെ കാക്കാന്റെ കയ്യിലാണ് കേട്ടോ പൈസ. മീൻകുട്ടി 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 ഉണ്ട് മീൻകുട്ടി അങ്ങനെ എൻ്റെ കുട്ടികളെ മീനൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് തന്നിക്കണ്. അപ്പം ഇനി ഞാൻ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. ജനമോന് നിന്റെ കൂടെ അല്ല തന്നെ കേട്ടോ, ഇന്ന് ഫുൾ ഡേ നിയമോളെ കൂടെ തന്നെ ഇനിയേ. അപ്പം അതുകൊണ്ടാണ് ഈ മീൻ നന്നാക്കുന്ന കാര്യത്തിലൊന്നും ഓൻ്റെ ഒരു കൈകടത്തലില്ലാത്തത് കേട്ടോ. മീൻ പിന്നെ ഞാൻ 2-3 നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഇവിടെ വെച്ച് നന്നാക്കുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ പുറത്തു കൊണ്ടുപോയിട്ടാണ്. ഞാൻ വല്ലാണ്ടൊന്നും മീൻ നന്നാക്കലില്ല അകത്തുനിന്ന്. പക്ഷെ ചില സമയത്തൊക്കെ മടിയുള്ള സമയത്തൊക്കെ അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ബാക്കി മീനും കൂടിയൊക്കെ ഒന്ന് കേക്ക് വൃത്തിയാക്കി എടുക്കട്ടെ. ഇത് മാന്തള മീനായതുകൊണ്ട് പിന്നെ തൊലി കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു തലൻ്റെ ഭാഗത്തുള്ള ഇതൊക്കെ ഒന്ന് ചെത്തിക്കളയാനേ ഉണ്ടാകുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പപ്പായ വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടേനി കേട്ടോ. അപ്പം പിന്നെ ഞാൻ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇത് സംഗതി ഒരു താളിപ്പ് പോലെയാണ് ഉണ്ടാക്കട്ടോ, ചിരങ്ങ ഒക്കെ താളിക്കൂലേ അതേപോലെ. അതുകൊണ്ട് ഇതിന് പപ്പായ താളിപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീനൊക്കെ ഒന്ന് മസാല പറ്റിയൊക്കെ എടുത്തിട്ടുണ്ടേനിയെ നന്നാക്കി കൊണ്ടുവന്നിട്ട് ഇതിപ്പോൾ നമുക്ക് 2 ദിവസത്തിന് പൊരിക്കാനുള്ളത് ഉണ്ടാവും. അപ്പം ഞാനിത് ഒരു ബോക്സിലാക്കിയിട്ട് മാറ്റിയേക്കും. ഇപ്പൊക്കെ പൊരിക്കാല്ലേ മാത്രം ഇപ്പോൾ പൊരിച്ചെടുക്കും. ബാക്കി വൈകുന്നേരം പൊരിക്കും. പിന്നെ നാളേക്കൊക്കെ നാളെയും പൊരിച്ചെടുക്കും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യൽ കേട്ടോ. അപ്പം ഇവിടെ അതൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കണം. അതേപോലെ തന്നെ നമ്മളെ കറി ഒന്ന് കടുക് ഇട്ടെടുക്കണം. തേങ്ങ അരച്ചൊക്കെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ തേങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ സാഹസികത്തിനൊന്നും മുതിരാറില്ല. വല്ലപ്പോഴൊക്കെ നമുക്ക് തേങ്ങ കിട്ടലുള്ളൂ കേട്ടോ. ഇപ്പോൾ ചില സമയത്തൊന്നും പീടിയെന്ന് വരെ തേങ്ങ വാങ്ങാൻ കിട്ടൂല. കാരണം കേരളത്തിൻ്റെ നാട്ടിൽ ഭയങ്കര കേരളത്തിന് കേരക്കുറവ് എല്ലാവർക്കും അറിയാലോ. അപ്പം അതേപോലെ തന്നെ അപ്പം മീനൊരു തല ഇട്ടു. പിന്നെ നമ്മളെ കറി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കടുക് വറുത്തെടുത്തിട്ടുണ്ടേനി കേട്ടോ. ഇവിടെ ഈ പപ്പായ എന്ന് പറയുന്ന സാധനം പഴുത്താൽ മാത്രമേ ഉള്ളൂ അതിനോട് കമ്പുണ്ടാവുക കേട്ടോ. അല്ലെങ്കിൽ അതിനെ കണ്ണിൻ്റെ കണ്ടുകൂടാ ഇവിടെ ആയിരിക്കും. അപ്പം ഇതേപോലെ വല്ലപ്പോഴൊക്കെ ഞാനത് വെച്ചിട്ട് കറിയോ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കലുള്ളൂ. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ സെനിക്കുട്ടൻ ഫുള്ള് നിയമോളൊപ്പേനിന്ന് നിയമോളാണ് ചോറ് വാരിക്കൊടുത്തതും പിന്നെ കുളിപ്പിച്ചതും ഒക്കെ. ആള് കുളിപ്പിച്ച നല്ല വൃത്തിക്ക് കുളിപ്പിക്കൂട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ നോക്കി നിൽക്കും. ചിലപ്പോഴൊക്കെ എന്നോട് പറയും നിങ്ങൾ കുട്ടി കറുത്തിട്ടായത് നിങ്ങൾ തേച്ചൊരച്ച് കുളിപ്പിക്കാനായിട്ടാണെന്നൊക്കെ പറയും. അപ്പൊ എനിക്കൊരു പേടിയുണ്ട്. അതോ അഞ്ഞു ഒരച്ച് ഇതിന്റെ മേലൊക്കെ വരുത്താകോ എന്നൊക്കെ ഒരു പേടി എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ നോക്കിയൊക്കെ നിന്നീന്. പക്ഷെ ഇപ്പൊ എന്താ സംഗതി വെച്ചെങ്കിൽ ഇന്നിപ്പോ ഓള് കുളിപ്പിച്ച് ഇന്ന് ഓളെ കുട്ടിയാണ് കേട്ടോ. ഇന്നിപ്പോ സ്കൂൾക്കും മദ്രസക്കും പോണ തിരക്കാം. ഞാനിപ്പോ എന്റെ കുട്ടീനൊന്ന് ഉച്ചക്ക് കടത്തി ഉറക്കാന്ന് വിചാരിച്ചപ്പോ ആ കുട്ടീനെ എനിക്ക് കിട്ടണില്ല. താത്ത സ്കൂൾക്കും മദ്രസക്കും കൊണ്ടുപോകാൻ കേട്ടോ ബാഗൊക്കെ ഇട്ട്. ആരെ കുളിപ്പിച്ചെന്നേ താത്ത കുളിപ്പിച്ചെന്നേ. അങ്ങനെ ഫുള്ള് ഇന്ന് താത്തക്കുട്ടി കേട്ടോ ഓന്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.